ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓൺലൈൻ വഴി മേടിച്ച പെറ്റൂണിയുടെ വിത്താണ് കേട്ടോ. പക്ഷേ സത്യം പറയട്ടെ, ഞാൻ ഒരു സ്റ്റെപ്പ് അതേ കണ്ടില്ലേ, ഒരു സ്റ്റെപ്പ് ഇട്ട് ഒന്നുപോലും പൊടിച്ചില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഇട്ടത് കേട്ടോ. ഇനി പകുതി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ വേറൊരു വിത്ത് ഫ്രീ ആയിട്ട് തന്നു. സൺഫ്ലവർ സീഡ്, ഇതാ കണ്ടില്ലേ, ഫ്രീ സൺഫ്ലവർ. അപ്പോൾ ഇത് നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് 3 ഇട്ടായിരുന്നേ. 3 നന്നായിട്ട് പൊടിച്ചു. കണ്ടില്ലേ, ഞാൻ ചെടി എല്ലാം പാകമായി. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ്. പിഴുതെടുത്തത് കണ്ടില്ലേ, മണ്ണോടുകൂടി എടുത്തിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ വിത്തുണ്ട് കേട്ടോ, സൺഫ്ലവർ സീഡ്. ഇന്നലെയാണ് ഞാനിത് ശ്രദ്ധിച്ചത്. ആക്ച്വലി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നേ. കണ്ടില്ലേ, നിറയെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ സൺഫ്ലവർ സീഡൊക്കെ പുറത്തുനിന്നല്ലേ മേടിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് പെറ്റൂണിയ പൊടിച്ചില്ലെങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഡബിൾ സന്തോഷമാണ് എനിക്കിപ്പോൾ. ഞാനേ ഇന്നലെ ആണെങ്കിൽ ഒരെണ്ണം അതിൽ നിന്ന് പൊട്ടിച്ച് ഞാൻ കഴിച്ചു നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ സൺഫ്ലവറിൻ്റെ കണ്ടോ, നന്നായിട്ടുണ്ട്. പരിപ്പ് കണ്ടില്ലേ, ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിൽ തന്നെ സൺഫ്ലവർ സീഡ് ഉണ്ടാക്കാം കേട്ടോ. മീഷോയിൽ നിന്ന് എല്ലാവരും ഓർഡർ ചെയ്തിട്ട് നട്ടാൽ മതി. പക്ഷേ ഇതിൽ ഒരു പൂ ഇടയ്ക്കിതേ ഇവിടെ ചെറിയ പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതത്ര ഭംഗിയില്ലായിരുന്നു. പക്ഷെ ഇത് നല്ല പൂവായിരുന്നു. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ മഴയൊക്കെ ആയിട്ട് ഞാൻ വിട്ടുപോയതാണ്. അപ്പോഴത്തേക്ക് പൂ ഉണങ്ങി. ഒരുപാട് വലിയ പൂവല്ല, ഒരു ചെറിയൊരു ഇത്രയുണ്ട്, എല്ലാം ഇത്രയുണ്ടായിരുന്നു. ഇത് കൊള്ളാം കേട്ടോ. ഇതിലും ചെറുതായിട്ടുണ്ട് സീഡ്, കണ്ടില്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് ഗാർഡനിൽ കുറച്ച് സ്ഥലം നമ്മൾ കിളച്ച് വാരി ഇട്ടിട്ട് പൊടിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ സൺഫ്ലവർ സീഡ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.